കൊച്ചുതോവാള എന്ന സ്ഥലത്ത് നിമിൽ എന്ന പെൺകുട്ടി 18 വയസ്സ് മുതൽ ഇക്കാലം അത്രയും രോഗപീഠങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു. പലപ്പോഴും അസഹനീയമായ വേദനയുടെ നടുവിലും സഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യവും സഹിക്കുന്ന യേശുവിനോടുള്ള അവളുടെ മനസ്സിന്റെ ഐക്യവും 11 മാസത്തോളം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പോലും അസ്വസ്ഥതയോ ആകുലതയോ പരിദേവനങ്ങളോ നിരാശയോ ഉത്കണ്ഠയോ ഇല്ലാതെ തന്നെ സമീപിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യാശയുടെ മകുടോദാഹരണമായി മാറിയ നിമിലിന്റെ പക്കലേക്ക് നമുക്ക് പോകാം. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് കൊച്ചുതോവാളയിലുള്ള നിമിൽ കാവിൽ പുരയിടത്തിൽ എന്ന 27-കാരി പെൺകുട്ടി തന്റെ പുഞ്ചിരിച്ച മുഖവുമായി ഒട്ടേറെ വേദനകളെ സസന്തോഷം സ്വീകരിക്കുന്നു. തന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നവരോട് ഒരു പക്ഷേ നിമിൽ പറയുന്ന മറുപടി ഈശോ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതായിരിക്കും. അതിനർത്ഥം അവൾ ഏറെ വേദനകൾ അപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ക്രൂശിതനായ ഈശോയെ ഏറെ സ്നേഹിക്കുന്ന നിമിലിന്റെ പക്കൽ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ മുഖത്ത് ചുംബിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനോഹരമായ ചിത്രമുണ്ട്. അവൾ ഏറെ സംതൃപ്തിയോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ചിത്രം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ സഹനത്തിൽ പങ്കുപറ്റുക എന്നതാണെന്നും ആ ഈശോയുടെ സ്നേഹം സഹനമല്ലാതെ മറ്റൊന്നല്ല എന്നുമുള്ള വലിയ തിരിച്ചറിവാണ് അവളുടെ മുഖത്തെ സ്ഥായിയായ പുഞ്ചിരിയുടെ രഹസ്യം. 9 വർഷങ്ങൾക്ക് മുമ്പ് +2 വിദ്യാർത്ഥിനിയായിരിക്കെ ഒരു നഴ്സിന് പറ്റിയ കയ്യബദ്ധം അത് നിമിലിനെ കിടപ്പ് രോഗിയാക്കി മാറ്റി. മസിലിന് വയ്ക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ നെർവിൽ കയറിയപ്പോൾ അത് അവളുടെ ശരീരം തളർന്നു പോകാൻ കാരണമായി. അവിടുന്ന് ഇങ്ങോട്ട് വർഷങ്ങൾ നീണ്ട യാതനകൾക്ക് പറയുവാനുള്ളത് ഒരു ശുദ്ധീകരണത്തിന്റെ കഥയാണ്. കനകം കനലിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ തനിക്ക് വേണ്ടപ്പെട്ട ആത്മാവിനെ സഹനത്തിന്റെ തീച്ചൂളയിൽ ശുദ്ധീകരിച്ചെടുത്ത ദൈവസ്നേഹത്തിന്റെ കഥ. വല്യച്ചാച്ചനും വല്യമ്മച്ചും ഡാഡിയും അമ്മയും പിന്നെ ഒരനിയത്തി ഒരനിയനുണ്ട്. അതെന്റെ കുടുംബം. ഈ വീട്ടില് എന്നെക്കാളും ഞാൻ നോക്കിയിട്ട് എന്റെ വീട്ടുകാർക്ക് സഹനങ്ങൾ കൂടുതൽ ഈശോ കൂടുതൽ അവരെയാ സഹനത്തിൽ കൂടെ സ്നേഹിക്കുന്നത്. കാരണം എനിക്കിങ്ങനെ കിടന്നാൽ മതി ശരീരത്തിൽ സഹിക്കുന്ന. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ വിധത്തെ സാമ്പത്തികം അവരുടെ കടമകള് അവരുടെ ആ അവസ്ഥയിലൊക്കെ ഒത്തിരി സഹനങ്ങളിൽ കൂടിയാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഡാഡിയും അമ്മയും അവർക്ക് ശരിക്കും അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കാൻ അവർക്ക് എന്നെ നോക്കാനുള്ള ആരോഗ്യം അങ്ങനെ ഒന്നുമില്ല. അവർക്കും അസുഖങ്ങളും വേദനകളും ഒക്കെ ഉള്ള അവർക്ക് വർഷങ്ങളായിട്ട് രണ്ടുപേരും വയ്യാത്ത. പക്ഷെ ഈശോയുടെ ആ കൃപ കൊണ്ട് ഈശോ കൊടുക്കുന്ന ആ ശക്തിയും ബലം കൊണ്ട് അവരെന്നെ ശുശ്രൂഷിക്കുന്നു. ബലഹീനതയിലെ ഈശോയുടെ ശക്തി വെളിപ്പെടുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ കുടുംബം. കാരണം എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആരോഗ്യവും സമ്പത്തും അറിവും എല്ലാ മേഖലകളിലും ഉയർന്ന ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കിട്ടാത്ത ആ സന്തോഷവും സമാധാനം എന്താ ആ ഒരു ഇപ്പം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയില് ഞങ്ങക്ക് കിട്ടുന്നത്. ഇപ്പം ലോകത്തിന്റെ ആ ഒരു രീതിയിൽ ആത്മീയമായിട്ടല്ല ഭൗതികമായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ വിധത്തിലും എല്ലാ ഞെരുക്കങ്ങളിൽ കൂടെ വിഷമങ്ങളിൽ കൂടെ മാത്രമാണ് പോകുന്നത്. അപ്പൊ ശരിക്കും ഒരു തകർച്ചയുടെ ഒരു ഇതായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും തോന്നുള്ളൂ. പക്ഷെ ഈ വേദന ഒരു വശത്ത് നിൽക്കുമ്പം അതിനേക്കാൾ ഇരട്ടി സന്തോഷവും ആനന്ദവും ഒത്തിരി ഇത് ദൈവം തരുന്നുണ്ട്.